നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ സദാചാരത്തെ പൊട്ടിച്ചെറിഞ്ഞ് വിപ്ലവം സൃഷ്ടിച്ച ഒരു സിനിമയാണ് അവളുടെ രാവുകൾ എന്ന ചിത്രം. അതുവരെ ആരും പറയാത്ത ഒരു സ്ത്രീപക്ഷ സിനിമ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വേറിട്ടൊരു ശബ്ദമായിരുന്നു ആ സിനിമ. ആ ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മൂവർ സംഘമായിരുന്നു. ഷെരീഫ്, IV ശശി, രാമചന്ദ്രൻ. ഷെരീഫിന്റെ കഥയെ ആസ്പദമാക്കി IV ശശി സംവിധാനം ചെയ്ത് മുരളി മൂവീസ് രാമചന്ദ്രൻ നിർമ്മിച്ച ചിത്രമായിരുന്നു അവളുടെ രാവുകൾ. ഈ ചിത്രവും പിന്നീട് ഇവരുമായി ബന്ധപ്പെട്ട മറ്റു ചില സംഭവങ്ങളിലേക്കും നമുക്കൊന്ന് കടക്കാം. IV ശശി, ഷെരീഫ് ടീം ഒരു കാലത്ത് തൊട്ടതെല്ലാം പൊന്നാക്കി മലയാള സിനിമയെ അടക്കി വാണിരുന്നു. IV ശശിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചിത്രത്തിന്റെ കഥ എഴുതിയ എഴുത്തുകാരനായിരുന്നു ഷെരീഫ് എന്ന ആലപ്പുഴക്കാരൻ. ഒരു വർഷത്തിൽ 12 സിനിമകൾക്ക് വരെ കഥ എഴുതിയ ചരിത്രവും ഷെരീഫ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം വിജയിച്ചിട്ടുമുണ്ട്. ഞാനിവിടെ പറയുന്ന സംഭവങ്ങളിൽ പലതും കഥാകൃത്തായ ഷെരീഫ് കെയുമായി നേരിട്ട് പങ്കുവച്ച അനുഭവത്തിൽ നിന്നുമാണ്. അദ്ദേഹം എന്റെ അടുത്ത ഒരു ബന്ധുവാണ്. അതായത് എന്റെ ഉമ്മയും അദ്ദേഹവും ജ്യേഷ്ഠത്തി അനുജത്തി മക്കളുമാണ്. അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയങ്ങളിലാണ് അദ്ദേഹവുമായി എനിക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലെ മാസ ശമ്പള എഴുത്തുകാരനായിട്ടായിരുന്നു ഷെരീഫ് കായുടെ സിനിമ തുടക്കം. അതുവരെ ചില പ്രസിദ്ധീകരണങ്ങളിൽ ചെറുകഥകൾ എഴുതിയ പരിചയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരിക്കൽ കുഞ്ചാക്കോ മുതലാളിയുടെ മുന്നിൽ 2 കഥകൾ എത്തുന്നു. ആ 2 കഥകളും അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നു. അതിലൊന്ന് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലും മറ്റൊന്ന് മൊയ്തു പടിയെത്തുന്ന എഴുത്തുകാരൻ എഴുതിയ ഉമ്മ എന്ന നോവലും. കുഞ്ചാക്കോ മുതലാളിയുടെ തീരുമാനം അവസാനം മൊയ്തു പടിയത്തിന്റെ ഉമ്മ എന്ന കഥയിൽ വന്നു നിന്നു. അതിന്റെ സഹായി ഷെരീഫ് കെ ആയിരുന്നു. ഉമ്മ സാമ്പത്തികമായി വലിയ വിജയമായിരുന്നു. അതിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. ആ ചിത്രത്തിൽ എടുത്തു പറയാവുന്ന, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോപ്പുലറായ ഒരു പാട്ടുണ്ട്. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ. ഉമ്മ എന്ന സിനിമ വെളിയിൽ വന്നപ്പോൾ ടൈറ്റിലിൽ ഷെരീഫ് കായുടെ പേര് ഒഴിവാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ ഉദയയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹം മദ്രാസിലേക്ക് ചേക്കേറി. അക്കാലത്ത് ഷെരീഫ് കയുടെ ഒരു നോവൽ ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്നു, നിറങ്ങളുടെ സംഗീതം. അതിലെ കഥാപാത്രങ്ങളെ വരച്ചിരുന്നത്, കാരിക്കേച്ചർ ചെയ്തിരുന്നത് IV ശശി ആയിരുന്നു. പിന്നീട് അദ്ദേഹവും മദ്രാസിലെത്തി ഷെരീഫ് കയോടൊപ്പം ചേർന്നു. IV ശശിയുടെ അന്നത്തെ ലക്ഷ്യം ഒരു കലാ സംവിധായകനാകുക എന്നത് മാത്രമായിരുന്നു. ഇതിനിടയ്ക്ക് ഷെരീഫ് കയ്ക്ക് കളിപ്പാവ, പ്രതിധ്വനി, കാറ്റ് വിതച്ചവൻ എന്നീ സിനിമകളിൽ കഥ എഴുതാനുള്ള അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിൽ കാറ്റ് വിതച്ചവൻ എന്ന സിനിമയിൽ IV ശശിയെ അസിസ്റ്റന്റാക്കി നിയമിക്കുകയും ചെയ്തു. KP ഉമ്മർ നായകനായ കാറ്റ് വിതച്ചവൻ എന്ന സിനിമ നിർമ്മിച്ചത് ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. ആ സിനിമയിലെ ഗാനങ്ങൾ ഇന്നും ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നതാണ്. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു എന്ന പാട്ടും ഒപ്പം ആ സിനിമയും ഹിറ്റായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉർവശി ഭാരതി എന്ന പടമെടുത്ത് പരാജയപ്പെട്ട മുരളി മൂവീസ് രാമചന്ദ്രനും ഇവരോടൊപ്പം കൂടി. അങ്ങനെ അവർ 3 പേരും ഒന്നിച്ച് താമസവുമായി. പിന്നീട് IV ശശിയെ സംവിധായകനാക്കിക്കൊണ്ട് ഉത്സവം എന്ന സിനിമ ആരംഭിക്കുന്നു. ഉത്സവം എന്ന സിനിമയോടുകൂടി IV ശശി ഷെരീഫ് ടീമിന് ആരംഭം കുറിച്ചു. തുടർന്ന് അവർ 2 പേരും ചേർന്ന് അന്നത്തെ അക്കാലത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമാ നിര തന്നെ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ ഒരുക്കി. ഷെരീഫിക്ക് അന്നൊരു കഥയ്ക്ക് കിട്ടുന്ന പ്രതിഫലം വെറും 3000 രൂപയായിരുന്നു. ആദ്യകാലത്തെ സാമ്പത്തിക ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചുമൊക്കെ ഷെരീഫ് ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ശശിക്കും മിക്കവാറും ഊണ് കഴിക്കാൻ കയ്യിൽ പണമുണ്ടാകില്ല. തൊട്ടടുത്ത കടയിൽ പറ്റുണ്ട്, പക്ഷെ അവിടെ ഊണില്ല. അവിടെ മുട്ടയുണ്ട് വിൽപ്പനയ്ക്ക്. അവിടെ നിന്നും കുറച്ച് മുട്ടകൾ വാങ്ങും. വാങ്ങിയിട്ട് മറ്റൊരു കടയിൽ കൊണ്ടുപോയി അത് വിൽക്കും. ആ പണം വെച്ച് 2 പേരും ഊണ് കഴിക്കുമായിരുന്നു എന്നുള്ള കഥയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ അനുജൻ കലാമും ഈ കഥ ഈ അടുത്തും എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. അത്തരം ഫ്ലാഷ് ബാക്കുകളും അവർക്കുണ്ടായിരുന്നു. ഉത്സവം എന്ന സിനിമയ്ക്ക് ശേഷം
അവർക്ക് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ മൂവർ സംഘത്തിന്റെ പേരും പെരുമയും അത്യുന്നതങ്ങളിൽ എത്തിച്ച ചിത്രമായിരുന്നു അവളുടെ രാവുകൾ. വമ്പൻ താരനിര ചിത്രങ്ങളെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് അവളുടെ രാവുകൾ എന്ന സിനിമയുടെ കളക്ഷൻ കുതിച്ചുയർന്നു. വടപളനിയിൽ നിന്ന് കണ്ടെത്തിയ ശാന്തി എന്ന സീമ അന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സിലെ സ്വപ്ന നായികയായി മാറി. എന്നാൽ അവളുടെ രാവുകൾ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന വേളയിലും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ വിവരം കുര്യൻ പർണശാല എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ട്രോളിക്ക് വാടക കൊടുക്കാനില്ലാത്തത് കാരണം വീൽ ചെയറിൽ ക്യാമറ വെച്ച് മെല്ലെ തള്ളിക്കൊണ്ടുപോയി ഷോട്ട് എടുത്ത വിവരമൊക്കെ കുര്യൻ വിവരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവളുടെ രാവുകൾ എന്ന സിനിമയിൽ ഏറെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്. രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല എന്ന് തുടങ്ങുന്ന ആ ഗാനം അന്നത്തെ കാലത്ത് കോപ്പി റൈറ്റ്സിനൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത ആ കാലഘട്ടത്തിൽ സ്വാമി എന്ന ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയ ഒരു പാട്ടിന്റെ മറ്റൊരു പകർപ്പായിരുന്നു. അതിന്റെ കഥാകൃത്തായ ഷെരീഫ് ഖാ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി എന്ന ചിത്രത്തിന്റെ ഒരു LP റെക്കോർഡ് വാങ്ങി അത് സ്റ്റുഡിയോയിൽ കൊടുത്ത് അതിവിദഗ്ധമായി അതിൽ നിന്നും ലതാ മങ്കേഷ്കറിന്റെ ശബ്ദം മാറ്റിയിട്ട് പകരം ജാനകിയമ്മയെ കൊണ്ട് പാടിപ്പിച്ചത് അന്നത്തെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണെന്നുള്ള വിവരം ഷെരീഫ് ഖാ ഞാനുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും ആ ഗാനത്തിന് അതിഗംഭീര വരവേൽപ്പാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയൊരു തരംഗം സൃഷ്ടിച്ച് കുതിച്ചുയർന്ന ആ മൂവർ സംഘം അഹങ്കാരം തലക്കി പിടിച്ച് അടിച്ചു പിരികയാണ് ഉണ്ടായത്. അതിന് പ്രധാനമായ ഒരു കാരണമായി പറയുന്നത് ഷെരീഫ് ഖാ ഇതാ ഒരു തീരം എന്ന സിനിമയുടെ കഥ PG വിശംബരന് സംവിധാനം ചെയ്യാൻ നൽകിയതിനെ തുടർന്നുണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. കുതിരവട്ടം പപ്പു നായകനായിരുന്ന ഇതാ ഒരു തീരം എന്ന ചിത്രം വലിയൊരു ഹിറ്റായി മാറിയപ്പോൾ അത് IV ശശിയുമായി ഷെരീഫ് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കഥയെന്നാണ് പ്രധാന ആരോപണം. അങ്ങനെ തെറ്റിപ്പിരിഞ്ഞ ഷെരീഫ് ഖാ പിന്നീട് PG വിശ്വംഭരൻ, JC കുറ്റിക്കാട് എന്നിവർക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി. അപ്പോഴേക്കും ഷെരീഫ് ഖാ കുര്യൻ പർണശാലയ്ക്ക് വേണ്ടി അസ്തമിക്കാത്ത പകലുകൾ എന്നൊരു സിനിമ സംവിധാനം ചെയ്ത് സ്വയം അസ്തമിക്കുകയും ചെയ്തു. ആ സമയത്ത് അപ്പോൾ IV ശശി, T ദാമോദരൻ ടീമുകൾ കുതിച്ചുയർന്ന് ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇനി എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. എൻ്റെ ആദ്യ ചിത്രമായിരുന്ന ഒരു മാടപ്രാവിന്റെ കഥ എന്ന സിനിമ തുടങ്ങുന്നതിലേക്കായി പ്രേം നസീറിന് അഡ്വാൻസും കൊടുത്ത് ഒരു നീണ്ട കാത്തിരിപ്പിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലം. അന്ന് അക്കാലത്ത് ഷെരീഫ് ഖാ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. ഷെരീഫ് ഖായ്ക്ക് അന്ന് ബന്ധുക്കളോടൊക്കെ അത്ര അടുപ്പമുള്ള കാലമായിരുന്നില്ല. അന്ന് അദ്ദേഹത്തെ നേരിൽ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കടമ്പയായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടു. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇക്ക എന്നെ അറിയുമോ എന്ന്. സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ ഫാത്തിമയുടെ മോനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതേ എന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് എന്നോട് അന്വേഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇക്ക ഞാനൊരു പടം സംവിധാനം ചെയ്യുന്നുണ്ട്, പ്രേം നസീറാണ് നായകൻ, ഞാൻ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് നിൽക്കുകയാണ്, പക്ഷെ ഒത്തിരി നാളായി ഇത് കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്, അദ്ദേഹം ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്, ഇക്ക കൂടെ ഒന്ന് ഇടപെട്ടാൽ എന്ന് പറയലും അദ്ദേഹം അപ്പോൾ തന്നെ തിരിച്ചു മറുപടി പറഞ്ഞു, ഇല്ല ഞാൻ ഇടപെടില്ല എന്ന് പറയുന്നു. ഞാൻ കുറച്ചു നേരം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുന്നു, അദ്ദേഹവും നോക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ശരി എന്ന് അദ്ദേഹവും പറയുന്നു. ഞാൻ തിരിച്ചു പോരുകയും ഉണ്ടായി. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷെരീഫ് ഖായുടെ അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് ഞാനുമായിട്ടായിരുന്നു. ഞാൻ മിക്കവാറുമൊക്കെ ഇക്കാട് അടുത്ത് പോയി സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. എന്തെല്ലാം വെട്ടിപ്പിടിച്ചിട്ടും നേടിയിട്ടും സമ്പാദിച്ചിട്ടും ഈ 3 പേരുടെയും അവസാന കാലങ്ങൾ വളരെ ദുരിതപൂർണമായിരുന്നു. IV ശശി താൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുത്തി അവസാന കാലം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും മാറാവ്യാധിയിലൂടെയുമാണ് അദ്ദേഹം കടന്നുപോയത്. മുരളി മൂവീസ് രാമചന്ദ്രനാവട്ടെ അദ്ദേഹത്തിന്റെ അവസാന കാലം കടുത്ത സാമ്പത്തിക ഞെരുക്കത്താലും ഒപ്പം ബ്രെയിൻ ട്യൂമർ എന്ന അസുഖത്താലും വിധി അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. ഷെരീഫ് ഖാ അസുഖബാധിതനായി കുറെ നാൾ കിടന്നുവെങ്കിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായില്ല എന്നതാണ് ഒരാശ്വാസം. അദ്ദേഹം അസുഖബാധിതനായി കിടക്കുമ്പോൾ ഒരു സിനിമാക്കാരനും അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തിയതായി എനിക്കറിയില്ല. അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ എത്തിയ ഏക സിനിമാ താരം ജനാർദ്ദനൻ ചേട്ടനായിരുന്നു. ഒപ്പം ഫെഫ്കയ്ക്ക് വേണ്ടി സിബി മലയിലും SN സ്വാമിയും എത്തി. ആലപ്പുഴക്കാരനായ സംവിധായകൻ ഫാസലും. അവരെ മാത്രമേ എനിക്കവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്തൊക്കെ നേടി എന്ന് നാം എത്ര
എത്ര അഹങ്കരിച്ചാലും അവസാന കാലം, അവസാന നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാനാകില്ല. നന്ദി, നമസ്കാരം.